100 മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾ 35ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നേഴ്സാണ്. മാനുഫാക്ചറിംഗ് ബിസിനസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഫുൾ ടൈം ആയിട്ടും അല്ലെങ്കിൽ ഒരു സൈഡ് ഹസലറായിട്ടും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ പറ്റിയ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു വലിയ മാർക്കറ്റ് തന്നെ മുമ്പിലുള്ള ഒരു വലിയ സുവർണാവസരമാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കറിയാം, ഓൺലൈൻ ഫുഡ് ഡെലിവറി വളരെ ബൂമായിക്കൊണ്ടിരിക്കുന്ന കാലം. പാർസൽ കൾച്ചർ നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്ലൗഡ് കിച്ചൺ കൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടി ഫുഡ് കണ്ടെയ്നേഴ്സിന് ഹൈലി ഡിമാൻഡാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് ലെവലിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ്. അതുപോലെ ഇത് ഇമ്പോർട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ലോക്കലി മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ 3 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ളത്. സ്മോൾ സ്കെയിലൊക്കെ തുടങ്ങാൻ വേണ്ടി, ബേസിക് മെഷീൻസും മോൾഡൊക്കെ കൊണ്ട് തുടങ്ങാൻ വേണ്ടി. ലാർജർ സ്കെയിലിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലൈനിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ പോസിബിലിറ്റീസുകൂടെ ഉള്ള ഒരു സംഭവമാണ്. ഇതിന് വേണ്ട മെഷീനറീസ് എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് ഒരു ബേസിക് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻസ്, പിന്നെ നമുക്ക് വേണ്ട കണ്ടെയ്നേഴ്സിൻ്റെ വിവിധ തരത്തിലുള്ള കണ്ടെയ്നേഴ്സിൻ്റെ മോൾഡ് വേണം നമുക്ക്, പിന്നെ അതുപോലെ തന്നെ സീലിംഗ് മെഷീൻസ്. ഇത്രയും മതിയാകും നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ആണ്, PP അല്ലെങ്കിൽ HDPEയിലുള്ള. ഇത് നമുക്ക് ലോക്കൽ സപ്ലൈസിൽ നിന്നും അല്ലെങ്കിൽ B2B വെബ്സൈറ്റുകളായ ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് ഇതിൻ്റെ സപ്ലൈസിന് ഈസി ആയിട്ട് ബൾക്കായിട്ടും ചീപ്പായിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് നമ്മൾ മെഷീനിൽ ഫീഡ് ചെയ്യാം. സെക്കൻഡ്, നമുക്ക് ആവശ്യമുള്ള മോൾഡ് സെറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ ഷേപ്പിൽ ആക്കി എടുക്കാവുന്നതാണ്. മൂന്നാമത്തെ, ഇതിൻ്റെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള വേസ്റ്റ് ഇതൊക്കെ ട്രിം ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതിനെ ആവശ്യമുള്ള പാക്കുകളിലേക്ക് സീൽ ചെയ്ത് പാക്ക് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആസ് യൂഷ്വൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം റീൽസ്, വെബ്സൈറ്റ്, ഈ വഴികളൊക്കെ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സെയിൽസ് നമുക്ക് ലോക്കൽ ഷോപ്പുകളിൽ നമ്മൾ ഡെലിവറി വാൻസ് വഴി, അതുപോലെ തന്നെ ഹോൾസെയിലേഴ്സിന്, പിന്നെ കാറ്ററിംഗുകാർക്ക് നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മീഷോ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകൾ വഴി നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാം, ഓൺലൈൻ സെയിൽസ് ചെയ്യാം. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റിയും അതുപോലെ നല്ല ബ്രാൻഡിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളോട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളോട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിന് ഒരു ആവറേജ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 മുതൽ ഒരു 6 രൂപ വരെയൊക്കെ നമുക്ക് ഒരു കണ്ടെയ്നർ മേലെ ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തിൽ ഒരു 50,000 പീസൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷം തൊട്ട് 2.5 ലക്ഷം വരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഈ 50,000 എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടാർഗറ്റ് ഇങ്ങനെ 50, 1 ലക്ഷം ആക്കുക, 1 ലക്ഷം പിന്നീട് 2 ലക്ഷം ആക്കുക, 2 ലക്ഷം 4 ലക്ഷം ആക്കുക, 4 മിനിറ്റ് ആക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കമ്പനി സ്കെയിൽ ചെയ്യാനും അതിനനുസരിച്ച് നമ്മുടെ സെറ്റപ്പ് എക്സ്പാൻഡ് ചെയ്യുക, മെഷീനറീസ് കൂട്ടുക, ആളുകളെ കൂടുതൽ ഹയർ ചെയ്യുക, നല്ല മാർക്കറ്റിംഗ് സെയിൽസ് ടീം ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഫ്രാഞ്ചൈസ് ചെയ്യാൻ പല രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഡിസ്റ്റാർട്ട് മാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ബിസിനസിനെ കുറിച്ചുള്ള PDF പ്ലാനുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നർ എന്ന് കമൻറ്റ് ചെയ്യുക, അയച്ചു വരുന്നതാണ്. താങ്ക് യു.